അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വണ്ണം കൂടുതലുള്ള ഡ്രസ്സുകളെ കുറച്ച് ഒരു മോഡേൺ ആക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമുക്ക് ഷേപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിന്റെ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, കാണുന്നില്ലേ? ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പിന്റെ അളവ്, കണ്ടില്ലേ? ഇതിവിടെയാണ് നമ്മുടെ ഷേപ്പിന്റെ അളവ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വരച്ചിട്ട് ശേഷം നമ്മളത് മാറ്റി വെച്ചു. ഇത് ഫ്രണ്ട് ഭാഗമാണ്, ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ ചെയ്തത്. ബാക്ക് പാർട്ടിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ എത്താൻ പറ്റാവുന്ന ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ടുവരണം. സെയിം കളർ ആണെങ്കിൽ ഉള്ളിലേക്ക് നല്ലടിച്ച് കാണില്ല. നമ്മളിത് വ്യത്യസ്ത കളറാണ്. ഇത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, വ്യത്യസ്ത കളറാകുമ്പോൾ കൃത്യമായിട്ട് കാണുമല്ലോ. ഇതിനകത്ത് ലൈറ്റ് ക്രീമോ അല്ലെങ്കിൽ ശരിക്കും ഇതിന്റെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഇതിനകത്ത് ഇട്ടാൽ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ലടിച്ച് കാണില്ല. പക്ഷെ ഇത് അപ്പോൾ ശരിക്കും ചെയ്യുന്നത് മനസ്സിലാവില്ല. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് കാണാം. അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അപ്പൊ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഒരു ഇഞ്ച് 1.5 ഇഞ്ച് ഒക്കെ എടുക്കാം. ഇവിടെ ഒരു സൈഡ് തേരാണ് ഇതിന്റെ, കണ്ടോ? ഇതിന്റെ മെറ്റീരിയലിന്റെ ഒരു സൈഡ് കണ്ട തേര് ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് വീതി കുറവെടുത്തത്. ഒരു 1/4 ഇഞ്ച് കൂടി വീതി എടുത്താലാണ് നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതി എടുത്താൽ നമുക്ക് ഓക്കെ ആയിരിക്കും. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതി എടുക്കാം. അപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാലൊരു നൂല് ഇപ്പുറത്തേക്ക് മടക്കി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാലൊരു നൂല് മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു നൂല് ഇഞ്ച് ബാലൻസ് നമുക്ക് നടുഭാഗത്തായിട്ട് കിട്ടും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇവിടെ തൊട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ച് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ കൊണ്ടുവരിക. ഇവിടെ വരെ തയ്ച്ച് നിർത്തിയ ശേഷം ഇവിടെ ഈ ഭാഗത്ത് മാത്രം തയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, ഇത് 2 ഭാഗം കൂടി ഒന്നിച്ച് തയ്ക്കാം. ഉൾസൈഡിൽ ഈ ഫ്രണ്ട് പാർട്ട് വരെ തയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് തയ്ക്കുക. അല്ലെങ്കിൽ ആദ്യം ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് ഇവിടെ തൊട്ട് തയ്ച്ച് വരിക. മനസ്സിലാവുണ്ടോ? ഈ ഒരു ഭാഗത്തോട്ട് തയ്ച്ച് വരിക. ഇങ്ങനെ ഒരു ഉൾസൈഡിൽ നിന്ന് ഇങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ പിടിച്ച ശേഷം ഉള്ളിൽ നിന്ന് ഭാഗം ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് തയ്ച്ച് വരിക. നമുക്ക് തയ്ച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ തയ്ച്ച് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡ് ഭാഗത്തെ സ്റ്റിച്ചുമ്മയ്ക്ക് കൊള്ളരുത്. അതിന് മുമ്പായിട്ട് നിർത്തിയിട്ട് അത് കെട്ടിട്ട് വേണം നിർത്താനായിട്ട് കേട്ടോ. 1 സൈഡാണ് തയ്ക്കേണ്ടത്. 2 സൈഡ് താഴ്ഭാഗം അടിഭാഗം അതിനകത്തേക്ക് പെടരുത്. ആദ്യത്തെ ലെയറിൽ മാത്രമായിരിക്കണം നമ്മൾ ഇത് വെച്ച് തയ്ക്കേണ്ടത്. അല്ലാതെ രണ്ടും കൂടി ഒന്നിച്ച് പെടരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശായിട്ട് നീക്കി കൊടുത്താൽ മതി. തയ്ച്ച് വരുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ കാണിച്ചല്ലോ തയ്ച്ച് വരുന്ന ഭാഗം മൊത്തം അതേപോലെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ സൈഡിൽ വേണമെങ്കിൽ ഒരു മേൽ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഒരു മേൽ സ്റ്റിച്ച് കൊടുക്കാം. അല്ലാത്തവർക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡിൽ തയ്ച്ച് വരിക. ഇതേപോലെ തന്നെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് തയ്ക്കണം, അതുപോലെ എൻഡിങ്ങിലും കെട്ടിട്ട് തയ്ക്കണം കേട്ടോ. അപ്പോഴാണ് അതവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. നമ്മൾ ഈ സൈഡിൽ ഒരു വശം തേര് വശമാണല്ലോ എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നിർത്തി തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ ഇടവലിഞ്ഞ് പോവുകയോ ഫോൾഡ് ചെയ്ത് വെക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ മെറ്റീരിയൽ നിങ്ങൾ ഒരു ഭാഗം തേര് ഭാഗമാണ് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അല്ല, നിങ്ങൾക്ക് തേര് വശം അല്ല എങ്കിൽ നിങ്ങളത് ഫോൾഡ് ചെയ്ത് തന്നെ ചെയ്യണം. അല്ല എങ്കിൽ ഇടവലിഞ്ഞ് പോകുന്നതാണ്.
അതിന് ശരിക്കും നിവർത്തി ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഭാഗം കയറിയും ഇറങ്ങിയൊന്നും വരാത്ത രീതിയിൽ അതിനെ കുറേശ്ശായിട്ട് എടുത്ത് നീക്കി ഇതിൽ കാണിക്കുന്നത് പോലെ പതിയെ തയ്ച്ചെടുക്കണം. കെട്ടിടാൻ മറക്കരുത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തുന്നി കെട്ടിട്ട് വെക്കേണ്ടി വരും. സ്റ്റാർട്ടിങ് ഭാഗത്ത് നമ്മൾക്ക് സൈഡ് ഭാഗത്ത് സ്റ്റിച്ചിൻ്റെ ഉൾവശത്തേക്ക് കടത്തിയിട്ടാണ് നമ്മൾ കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് തയ്ച്ച് വരുന്നത്. അതേപോലെ തന്നെ ഉൾവശത്ത് നിർത്തിയിട്ട് തന്നെ നമ്മൾ കെട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയും ചെയ്യണം. അതായത് പുറത്തേക്ക് കടക്കരുത്. പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒരു പിടുത്തം വരും. അത് വരുത്താത്ത രീതിയിൽ ഉള്ളിലാണ് കെട്ടിട്ട് നിർത്തിയത്. മനസ്സിലാവും? സൈഡ് ഭാഗത്ത് സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് ഒപ്പം തന്നെ നിർത്തിയിട്ടാണ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളത് അഴിച്ചെടുക്കാം. ശരിക്കും നമുക്കിത് ഒരു ഡ്രസ്സ് മോഡൽ സ്റ്റിച്ച് ചെയ്യണേക്കാട്ടിലും മുന്നേ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഒരു രീതിക്ക് നമ്മൾ തുണി തയ്ക്കണേക്ക സമയത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാവുന്നതാണ്. തയ്ച്ച് കഴിഞ്ഞ ശേഷം ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ ഇങ്ങനെ ഒരു മോഡൽ എക്സ്ട്രാ ചെയ്യാൻ നോക്കുമ്പോൾ, സ്റ്റൈൽ കൂട്ടാൻ നോക്കുമ്പോഴൊക്കെ നമുക്ക് പണി കൂടുതൽ വരും കേട്ടോ. ബാലൻസ് ഉള്ള ഇപ്പോൾ തയ്യൽ തുമ്പൊന്നും ഇപ്പോൾ കട്ട് ചെയ്ത് കളയണ്ട, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റ് ടൈമിൽ നമുക്ക് തയ്യൽ തുമ്പ് കട്ട് ചെയ്താൽ മതി കേട്ടോ. അതുവരെ അതവിടെ കിടന്നോട്ടെ. അപ്പോൾ നമ്മളിതിനെടുക്കുന്ന അലസ്റ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി അലസ്റ്റിക്കാണ് നമ്മൾ എടുത്ത് വെച്ചേക്കണത് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ അലസ്റ്റിക് എടുത്തിട്ടുള്ളത്. കണ്ടോ, പറഞ്ഞ് തെറ്റിപ്പോയി. പകുതിയുടെ കുറവാണ് കേട്ടോ നമ്മൾ അലസ്റ്റിക് എടുത്തത്. പറഞ്ഞ് തെറ്റിപ്പോയതാണ്. നമുക്ക് ആവശ്യമുള്ള അലസ്റ്റിക്കിന് ശരിക്കും പറയുന്നത് വെച്ചാൽ നമുക്ക് വേണ്ട വണ്ണത്തിൻ്റെ പകുതിയിലും കുറവാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. വൺ സൈഡിലേക്കാണ് എടുത്തിരിക്കുന്നത്. ബാക്കിൽ അത്യാവശ്യം ലൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ അത്ര ലൂസ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പകുതി അലസ്റ്റിക് എടുക്കാവുന്നതാണ്. പകുതിക്കും കുറവാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. അതിന് ശേഷം നമ്മളിതുപോലെ അലസ്റ്റിക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വിട്ടു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ തെറ്റ് ഭാഗം നമ്മൾ ഒരെണ്ണം കയ്യിൽ പിടിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അപ്പുറത്തെ ഭാഗം വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോയി നമുക്ക് ഇരട്ടിപ്പണിയാവും. അതുകൊണ്ട് നമ്മളൊന്ന് പിടിച്ച ശേഷം ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ നമ്മുടെ സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഷേപ്പ് ഭാഗത്ത് സ്റ്റിച്ച്, ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തോട്ട് കടത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അത് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അലാസ്റ്റിക്കുമ്പോൾ അടിക്കണേക്കാട്ടിലും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ തുണിയും കൂടി വെച്ച് തയ്ക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൈഡ് ഭാഗത്ത് ഒരു പീസ് തന്നെ വെച്ചിട്ട് അതിനെ തന്നെ കവർ ചെയ്യാം. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ഷേപ്പ് വരില്ല. അപ്പോൾ അത് കവർ ചെയ്തിട്ടാണ് നമ്മളിവിടെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അലാസ്റ്റിക് എന്താ പറയുക, പെട്ടെന്ന് വിട്ടുപോവുകയോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഉണ്ടാവില്ല. കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ വെച്ചെടുക്കുക. അതങ്ങനെ വെച്ചിട്ട്, അതായത് സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ തയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലത്തെ ഒരു ഭാഗം, നമ്മുടെ ഈ ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതിങ്ങനെ കടത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ തയ്ച്ചു കൊടുത്തത് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളിങ്ങനെ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ സ്റ്റിച്ചും വന്ന് വിട്ടുപോകുന്നത് പോലെ ഒരു അപാകത പോലെ ഉണ്ടാകും. മാത്രമല്ല നമുക്കിങ്ങനെ അലസ്റ്റിക് കോറലോ അസ്വസ്ഥതയൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നല്ലത്. രണ്ട് രീതിയിലും ഇത് തന്നെ നല്ലത്. ഉള്ളിൽ നമുക്ക് അസ്വസ്ഥത വരികയില്ല. മാത്രമല്ല അലസ്റ്റിക് ഫിനിഷിംഗ് ആയിട്ട് തയ്ക്കാനും പറ്റണത് ആ ഒരു തുണി കൊണ്ട് തന്നെ കവർ ചെയ്ത് തയ്ക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടില്ലേ, ഫുൾ സൈഡും കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡ് നല്ല വശം ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട്. ഇതിങ്ങനെ ഫുൾ വർക്കുള്ള ഡ്രസ്സുകളിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഭംഗിയായിട്ട് വരുന്നത്. നേരിട്ട് കാണാനാണ് കേട്ടോ ഭംഗി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.